ഞാൻ ദൈവമാണെന്ന് പറയുന്നവർ എത്രമാത്രം സ്വന്തം ബുദ്ധിയെ വഞ്ചിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നവർ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവം എന്നോട് പറയുകയാണെന്ന് പറയുന്ന കള്ളന്മാർ നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിലാണ്. എത്രമാത്രം അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലോ, ആ ബുദ്ധിയെ വഞ്ചിക്കുകയാണ് ഇന്നും അവർ. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തൻ്റെ മനസാക്ഷിയുടെ വിളിക്കൊത്ത് തൻ്റെ ബുദ്ധിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ എല്ലാ അരിതായികകൾക്കും എതിരിൽ ശബ്ദിച്ചു. അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം വിജയിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വലിയ പരീക്ഷണം അല്ലെങ്കിൽ വലിയ ത്യാഗം മകനെ ബലി കൊടുത്തതാ, അല്ലെങ്കിൽ ഭാര്യയെ ബലി കൊടുത്തതാണ്, നാട് വലിച്ചെറിഞ്ഞതാണ്, സമൂഹത്തെ തിരസ്കരിച്ചതാണ്, രാജാവിൻ്റെ മുഖത്ത് നോക്കി ഗർജിച്ചതാണ് എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വിജയിച്ച പരീക്ഷണം സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ പരീക്ഷണമാണ്. നാം ഓരോരുത്തരും എത്തി നിൽക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യവും സവിശേഷതയും എല്ലാ എൻ്റെ നല്ലവരായ സഹോദരങ്ങളും മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. നാം ഇന്ന് ഇവിടെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ജുമഅയ്ക്കായി ഒത്തുചേരുമ്പോൾ പരിശുദ്ധമായ ഹറമിൽ ഹാജിമാർ മിനായിൽ ഒത്തുകൂടിയിരിക്കുന്ന സമയത്താണുള്ളത്. പരിശുദ്ധ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 2-3 സ്ഥാനങ്ങളാണ് മിനായും അറഫയും മുസ്ദലിഫയും ഒക്കെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മിനായിൽ നമ്മുടെ ഹാജിമാരെല്ലാവരും സമ്മേളിക്കുകയും ശേഷം അവർ മിനായിൽ ചെലവഴിച്ചതിന് ശേഷം അറഫയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയും ചെയ്യുന്ന വളരെ പവിത്രമായ ഒരു സമയത്ത് നാം എത്തി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടന്നു വരുന്ന അറഫ എന്നത് എത്ര പ്രധാനമാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിയുക എന്ന് ഞാൻ പറഞ്ഞ ഈ പദം വളരെ അറഫയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിശുദ്ധമായ ദുൽഖഅദയും ദുൽഹജ്ജുമൊക്കെ നമുക്ക് കൈമാറി തരുന്ന മഹത്തായ ഒരു മെസ്സേജുണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം മറ്റൊന്നുമല്ല, ഈ ലോകം വിശ്വാസിയുടെ പരീക്ഷണാലയമാണ് എന്ന സന്ദേശമാണ്. ഒരു സത്യവിശ്വാസിയുടെ ഈ ലോകത്തെ ജീവിതം എന്നത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്ന വലിയ തിരിച്ചറിവാണ് ഒരു വിശ്വാസി ഈ ലോകത്ത് ഒന്നാമതായി ആർജിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണരഹിതമായ ഒരു ജീവിതം ഒരു വിശ്വാസിയും ഇവിടെ സങ്കല്പിക്കുക പോലും പാടുള്ളതല്ല. കാരണം ജീവിതത്തിൻ്റെ തന്നെ പരമമായ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം അവനെ പരീക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഒന്നല്ല ഒരുപാടിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. സൂറത്തുൽ കഹഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ കഹഫിൽ അല്ലാഹു പറയുന്നു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉള്ളതെല്ലാം ഈ ഭൂമിക്ക് നാം അലങ്കാരമാക്കിയിരിക്കുകയാണ്. ഭൂമിയുടെ അഴകായി, അലങ്കാരമായി, ആകർഷണമായി ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നാം ഈ ഭൂമിയുടെ ഭൗമോപരിതലത്തിലുള്ള എല്ലാറ്റിനെയും വെച്ചിരിക്കുകയാണ്. ഇതൊരഴകാണ്, ഇതൊരു അലങ്കാരമാണ്, ഇതൊരു ഭംഗിയാണ്. പക്ഷേ ഇതൊക്കെ എന്തിനെന്നറിയുമോ നാം അങ്ങനെ വെച്ചിട്ടുള്ളത്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് നിങ്ങൾക്ക് ഈ ഭൂമിക്ക് അഴകായി, അനുഗ്രഹമായി, ആകർഷണീയതയായി ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നാം സംവിധാനിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ, ഈ പ്രകൃതിയിലെ വസ്തുവകകളെ, ഇതിൻ്റെ വിഭവങ്ങളെ ആരാണ് ഏറ്റവും നന്നായി ഉപയോഗിച്ചത്, ഇവിടെ ആരാണ് നന്നായി പ്രവർത്തിച്ചത് എന്നറിയാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള
എല്ലാ അനുഗ്രഹങ്ങളെയും ആസ്വദിക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് ആര് എന്നറിയാൻ വേണ്ടിയാണ് ഈ ഭൂമിയെ ഇങ്ങനെ വിധാനിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു തആല പറയുന്നത്. സഹോദരങ്ങളെ, പരീക്ഷണം തന്നെയാണ് ജീവിതം. ജീവിതം ഒരു പരീക്ഷണമാണെന്ന പാഠം എപ്പോഴെങ്കിലും നാം മറന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ, ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ വ്യതിചലിക്കുക. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസത്തിലെത്തി നിൽക്കുമ്പോൾ, പരിശുദ്ധമായ ബലിപെരുന്നാളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, അറഫാ ദിനത്തെ നാം സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിനായിൽ ഹാജിമാർ തമ്പടിക്കുമ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ആരെ ചുറ്റിപ്പറ്റിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കാറുണ്ടോ? ആരെയാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് അടിസ്ഥാനപരമായി പ്രതിനിധീകരിക്കുന്നത് എന്ന് നാം അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകും, അത് മറ്റാരുമല്ല, ലോക ചരിത്രത്തിലെ നിസ്തുല പ്രഭാവനായ, യുഗാചാര്യനായ, ലോക ചരിത്രത്തിൽ കനൽപദങ്ങൾ താണ്ടിക്കടന്ന ഒരു മഹാപുരുഷനുണ്ട്. ആ മഹാവ്യക്തിത്വത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ തിരു ഓർമ്മകളിലാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ മുഴുവൻ കർമ്മങ്ങളും ഊന്നി നിൽക്കുന്നത്. മിന ആയാലും അറഫയായാലും മുസ്ദലിഫയായാലും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടനായ കഥാപാത്രം അത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ഹജ്ജ് രൂപാന്തരപ്പെട്ടു എന്നത് പഠിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഓർമ്മ ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഒരു മഹാപുരുഷനെ കുറിച്ചുള്ള ഓർമ്മയാണ്. എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത? അദ്ദേഹം പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പരീക്ഷിച്ച് മാറ്റി തെളിയിച്ച ഒരു മഹാവ്യക്തി ഈ ലോക ചരിത്രത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റാരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതണ്ട. എല്ലാവരും പരീക്ഷണത്തിലായിരുന്നു. എല്ലാ പ്രവാചകന്മാരും പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഒന്നല്ല, 1000 പരീക്ഷണങ്ങളുടെ പരമ്പരകളിലൂടെയാണ് അവർ കടന്നുപോയത്. പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാത്ത ഒരു പ്രവാചകനുമില്ല. പക്ഷേ ആ പ്രവാചകന്മാരിൽ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പരീക്ഷണത്തിനാണ് വിധേയനായത്. ആ മഹാനുഭാവൻ്റെ പരീക്ഷണം അള്ളാഹു പറയുന്നുണ്ട്, വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു, ഇബ്രാഹിമിനെ തൻ്റെ നാഥൻ പരീക്ഷിച്ച സന്ദർഭം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അള്ളാഹു പറയുക, ഇബ്രാഹിമിനെ അള്ളാഹു പരീക്ഷിച്ച സന്ദർഭങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. പരീക്ഷണങ്ങളില്ലാത്തൊരു ജീവിതം കൊതിക്കുന്നവരാണ് നമ്മൾ. സുഖമായ, സ്വസ്ഥമായ, സമാധാനപൂർണമായ, ആരും ആരോടും പരീക്ഷണത്തിന് വരാത്ത ഒരു ജീവിതം ഒരു നാൾ എന്ന് പുലരുമെന്നാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. ലോകത്തെന്നാണ് അതുണ്ടാവുക? രാജ്യത്തെന്നാണത് വരിക? നമ്മുടെ സംസ്ഥാനത്തെന്നാണത് വരിക? എല്ലാവരും ഈ സ്വപ്നത്തിലാണ്. പക്ഷെ ഒരു കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുന്നു, പരീക്ഷണങ്ങൾക്ക് അറുതിയില്ല. ഇത് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ. അല്ലാഹു തആല പല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചത് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ആ പരീക്ഷണങ്ങളിൽ, ആ നിർദ്ദേശങ്ങളെല്ലാം പൂർണ്ണമായി പാലിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പരീക്ഷണത്തിൻ്റെ വിവിധങ്ങളായ കോഴ്സുകളെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അത്തമ്മഹുന എന്നല്ല പറയുന്നത്. അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരാമർശമാണത്. പരീക്ഷണത്തിൻ്റെ വിവിധങ്ങളായ കോഴ്സുകളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിജയകരമായി പൂർത്തീകരിച്ചു. അത്തമ്മ കംപ്ലീറ്റ് ചെയ്തു. അത്തമ്മഹുന അവയെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇബ്രാഹിമിന് അല്ലാഹു തആല ഒരു വലിയ സമ്മാനം നൽകി, ഒരു വലിയ അംഗീകാരം നൽകി, ഒരു വലിയ ബഹുമതി നൽകി. എന്താണത്? ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം ലോക ജനതയുടെ ആചാര്യനായി, അവരുടെ ഇമാമായി,
അവർക്കെല്ലാവർക്കും സ്വീകാര്യനായി താങ്കളെ നാം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇപ്പോൾ ലോക ജനതയുടെ മനസ്സിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാപുരുഷന് അംഗീകാരവും സ്വീകാര്യതയും നൽകാൻ അല്ലാഹു കണ്ടെത്തിയ വഴി പരീക്ഷണങ്ങളിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷണം എന്നത് ഈ ലോകത്ത് ഒരു വ്യക്തിയെയും ഒഴിഞ്ഞു പോകുന്നില്ല. അത് ഇബ്രാഹിം നബിക്കല്ലേ, അല്ലെ കുറേ നബിമാർക്കല്ലേ എന്ന് നമ്മളാരും കരുതണ്ട. എല്ലാവരും ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടും. അള്ളാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നു, സൂറത്തുൽ അൻകബൂത്തിൻ്റെ തുടക്കത്തിലെ അള്ളാഹു പറയുന്നു, അഹസിബന്നാസു, ജനം കരുതുന്നുവോ, അഹസിബന്നാസു, ജനങ്ങൾ വിചാരിക്കുന്നുവോ, അയ്യുത്തറക്കൂ, നാം അവരെ വെറുതെ വിടുമെന്ന്. കണ്ടോ, നമ്മൊരു വെറുതെ വിടുമെന്ന്. നമ്മൾ ആളോട് ചോദിക്കുന്ന ഒരു പ്രത്യേക ഭാഷയാണത്. നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അയ്യുത്തറക്കൂ, അവരെ നാം വിട്ടുകളയുമെന്ന്, വെറുതെ വിടുമെന്ന്. അയ്യഖൂലു ആമന്ന, അവർ നാം വിശ്വാസികളാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, നാം വിശ്വസിച്ചു എന്ന് അള്ളാഹുവിനോട് ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ നാം വെറുതെ വിടുമെന്ന് അവർ കരുതുകയാണോ? ഇല്ല. അത് പറഞ്ഞു പോയ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ നമ്മെ അള്ളാഹു വെറുതെ വിടില്ല. ഈ പരീക്ഷണത്തെക്കുറിച്ചുള്ള ബോധമാണ് പരിശുദ്ധമായ ഹജ്ജും ഇബ്രാഹിമിയ ഓർമ്മകളും നമുക്ക് സമ്മാനിക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഇബ്രാഹിം അലൈഹിസ്സലാം പരീക്ഷണത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ താണ്ടി കടക്കുകയായിരുന്നു. അങ്ങനല്ലേ? ഞാൻ ഈ സ്കൂളിലെ, ഇവിടുത്തെ ഇസ്ലാമിയ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് എന്നൊരാളെന്നങ്ങ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്കൂളിൻ്റെ പരീക്ഷണത്തെ അവൻ നേരിട്ടേ പറ്റൂ. അയ്യഖൂലു ആമന്ന, ഞാനൊരു മുഅ്മിനാണ്, ഈമാനുള്ളവനാണെന്ന് അവൻ പ്രഖ്യാപിച്ചാൽ, അവൻ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഉടനെ ആ ഈമാൻ്റെ പരീക്ഷണം ഏറ്റെടുക്കാൻ അവൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് ഈ ആമന്ന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഈ ലോകത്തൊരാരാധ്യനുമില്ല എന്ന് ഞാൻ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, അതെൻ്റെ തീരുമാനമാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പറഞ്ഞാലേ ഈ പരീക്ഷണങ്ങൾ അവന് വേണ്ടി വരികയുള്ളൂ. അങ്ങനെ പറഞ്ഞത് ശരിയാണോ? പറഞ്ഞാൽ അയ്യുത്തറക്കു, പിന്നെ അവനെ വെറുതെ വിടില്ല. നാം ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായി നാം അവിടെ പ്രവേശനം നേടിയാൽ, പിന്നെ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചാൽ, അവിടെ നാം അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ യൂണിവേഴ്സിറ്റി, ആ സ്ഥാപനം നമ്മെ വെറുതെ വിടില്ല. ഇവിടുത്തെ വിദ്യാർത്ഥിയായിരിക്കാനുള്ള അവൻ്റെ യോഗ്യത തെളിയിക്കാനുള്ള കടുത്ത പരീക്ഷണങ്ങളിലൂടെ അവനെ കടത്തിവിടും. അങ്ങനെയല്ലേ? IAS കാരനാകാൻ വേണ്ടിയിട്ട് സെലക്ഷൻ ലഭിച്ച് മസൂറിയിലോ മറ്റോ പോയി ആ പരിശീലനത്തിന് വിധേയനാകുന്ന ഒരു വ്യക്തി, ഞാൻ ഒരു IAS സെലക്റ്റഡാണ്, സെലക്ഷൻ ലഭിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് അവൻ മാറിയാൽ, ഒരു മുഅ്മിൻ ഈമാനിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് ഒരു റോളാണ് അവൻ്റെ. അവിടത്തേക്ക് അവൻ മാറിയാൽ പിന്നെ അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവൻ്റെ ക്വാളിഫിക്കേഷൻ വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും. അയ്യുത്തറക്കൂ അയ്യഖൂലു ആമന്ന. എങ്ങനെ? വഹും ലാ യുഫ്തനൂൻ, അവരെ പരീക്ഷിച്ച് അവർ പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്താതെ അവരെ നാം വെറുതെ വിടുമെന്നവർ കരുതുകയാണോ? സഹോദരങ്ങളെ, വലിയ പരീക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് പരിശുദ്ധമായ ദുൽഹജ്ജും ഹജ്ജിൻ്റെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമുക്ക് സമ്മാനിക്കുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നാം ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഈ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജ്, അതിൻ്റെ എല്ലാ ഓർമ്മകളും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് നമ്മെ മാടി വിളിക്കുമ്പോൾ, ഇബ്രാഹിമിയ സ്മരണകൾ നമ്മളിൽ ജ്വലിക്കുമ്പോൾ, ആ സ്മരണകളിൽ നമ്മളെ ജ്വലിപ്പിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ദുൽഹജ്ജിൻ്റെ സമയത്ത് ഉൽഹിയ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം ലോകം ത്യാഗത്തിൻ്റെ മൂർത്തിമൽഭാവമായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചാലിലൂടെ സഞ്ചരിക്കുകയാണ്. വെറുതെ ഇരിക്കാനുള്ളതല്ല ഹജ്ജ്. ഹജ്ജ് ചെയ്യുന്നവർ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങൾ ചവിട്ടിക്കടന്നുപോയ ആ പാതകളിലൂടെ ഒഴുകുമ്പോൾ, ആ കുടുംബത്തിൻ്റെ ഹാജിർ സഞ്ചരിച്ച പാതയിലൂടെ സഈ ചെയ്യുമ്പോൾ, ഇസ്മായിലിൻ്റെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഇബ്രാഹീമിൻ്റെ വഴികളിലൂടെ ഹാജിമാർ ഒഴുകുമ്പോൾ, ഇവിടെയും നമ്മൾ അതേ ശ്രമങ്ങളിലാണ്. നാം അവരെ അനുകരിക്കുകയാണ്.
അവരോട് പൊരുത്തപ്പെടുകയാണ്. മനസാ വാച കർമ്മണ, നാമും അവരുമായി പൂർണ്ണമായും താതാത്മ്യപ്പെടുകയാണ്, സമരസപ്പെടുകയാണ്. ആ സമരസപ്പെടൽ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ഹാജിമാരെ പോലെ എന്നോണം നമ്മൾ ഒരു മുടി തൊട്ടുകൂടാ എന്ന് ദുൽഹജ്ജിൻ്റെ നിമിഷങ്ങളാഗതമായാൽ ഉദ്ഹിയ്യത്തിന് വേണ്ടി ബലിയറുക്കാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ അത് ചെയ്യണം. ബലിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ബലിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതം തന്നെ ബലിയാക്കിയ ആളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി, എൻ്റെ നിസ്കാരവും എൻ്റെ ഹജ്ജിൻ്റെ കർമ്മങ്ങളും, വ മഹ്യായ എൻ്റെ ജീവിതവും മരണവും, ലില്ലാഹി അള്ളാഹുവിന് ബലി അർപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഉയർന്നു നിന്ന ആ മഹാപുരുഷനെയാണ് ഇബ്രാഹിം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ പരീക്ഷണമാണ് ജീവിതം. അതുകൊണ്ട് പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നവർ ഒരിക്കലും അതിൽ വിജയിക്കുന്നവർ പരാജയപ്പെടുന്നവരല്ല, അവരെന്നെന്നും വിജയികളാണ്. ഈ ഓർമ്മപ്പെടുത്തലുകളാണ് ഹജ്ജ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയ ത്യാഗത്തിൻ്റെ ഒരുപാട് വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളൊക്കെ നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ആ വഴികളൊക്കെ അറിയാം. തൻ്റെ സമൂഹത്തിൻ്റെ തെറ്റായ വിശ്വാസ ആചാരങ്ങളോട്, അനുഷ്ഠാനങ്ങളോട് തൻ്റെ മനസാക്ഷിയുടെ വിളികേട്ടുണർന്ന് പൊരുതി നിന്ന ഒരു തീക്ഷണ വ്യക്തിത്വമായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറ്റവും വലിയ പരീക്ഷണം എന്താ? ജീവൻ കൊടുക്കുന്നതാണോ? ഇബ്രാഹിം അത് കൊടുത്തു അലൈഹിസ്സലാം. ഭാര്യയെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണോ? വലിച്ചെറിയണമെങ്കിൽ വലിച്ചെറിയുന്നതാണോ? ഇബ്രാഹിം അലൈഹി സ്വലാം അത് ചെയ്തു. സ്വന്തം ജീവിതത്തിൻ്റെ കിട്ടാക്കനിയായി താൻ കൊതിച്ച തൻ്റെ പൊന്നുമോനെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കലാണോ? അതും ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തു. സ്വന്തം ജീവനെ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണെന്നറിഞ്ഞപ്പോഴും മടിയേതുമില്ലാതെ അഗ്നികുണ്ഡത്തെ പാൽ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ ത്യാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പരീക്ഷണം എന്തെന്നറിയുമോ? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന തിരിച്ചറിവിനെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ശുദ്ധമായ ഫിത്രയെ, പ്രകൃതത്തെ, അള്ളാഹു നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ജിബില്ലത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉടമസ്ഥനെ അറിയുക എന്ന പരീക്ഷണമാണ്. അതാണ് ഏറ്റവും വലിയ പരീക്ഷണം. പടച്ച തമ്പുരാനെ അറിയുക എന്ന് പറയുന്ന ആ വലിയ പരീക്ഷണമാണ് ഈ ലോകത്തൊരു വിശ്വാസി നേടുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്ന കാര്യം നാം ആരും മറന്നു പോകരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ പരീക്ഷണത്തിൽ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലേ വിജയിച്ചു. സമൂഹത്തിൻ്റെ ഏറ്റവും മോശമായ പ്രവണതകളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിമാഹാത്മ്യത്തെ വലിച്ചെറിഞ്ഞ ഒരു ജനത, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ദിവ്യത്വം കൽപ്പിച്ച ഒരു ജനത, അങ്ങനത്തെ ഒരു രാഷ്ട്രം, താൻ ദൈവമാണെന്ന് ചമയുന്ന ഒരു രാജാവ്, ആ രാജാവിൻ്റെ ആസ്ഥാന പുരോഹിതനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ പിതാവ് എല്ലാ ഘടകങ്ങളും എതിരാണ്. ഈ എതിരായി നിൽക്കുന്ന ഘടകങ്ങൾക്കിടയിൽ നിന്ന് ഒരു കൊച്ചു ബാലൻ തൻ്റെ ജീവിതത്തിലെ ഓരോ മനുഷ്യനും ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ പരീക്ഷണത്തിൽ വിജയിക്കുന്നു. അവിടെയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിജയം. എന്താണ് ആ വിജയം? സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കി, സ്വന്തം സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി, ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി, തൻ്റെ പിതാവ് ആസ്ഥാന പൂജാരിയാണെന്ന കാര്യം പോലും മറന്നുകൊണ്ട് ആ മുഖത്ത് നോക്കി പറഞ്ഞു, പിതാവേ, താങ്കൾ ഈ ചെയ്യുന്നത് എത്ര കൊടിയ അപരാധമാണ്. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരീക്ഷണം തുടങ്ങുന്ന അവിടെയാണ്. നമ്മളൊക്കെ പലരും പതറിപ്പോകുന്ന പരീക്ഷണം അതാണ്. പടച്ച തമ്പുരാനെ ശരിയായ വിധത്തിൽ ഉള്ളിൽ തട്ടി തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ പതറിപ്പോകുന്നത്. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള പരീക്ഷണമൊക്കെ എളുപ്പമാവും.
പക്ഷെ നമുക്ക് പല പരീക്ഷണങ്ങളും വിജയിക്കാനാവാത്ത എന്തുകൊണ്ടെന്നറിയോ? ഈ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടില്ല. അള്ളാഹു തൻ്റെ ഖാലിഖാണ്, മാലിക്കാണ്, റാസിഖാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പരീക്ഷണമുണ്ട്. തൻ്റെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തുന്ന പരീക്ഷണം, ബുദ്ധിയെ പ്രയോജനപ്പെടുത്തുന്ന പരീക്ഷണം. ഇന്ന് ആധുനിക ലോകത്തെ നമുക്കറിയാം, സ്വന്തം ബുദ്ധിയെ വ്യഭിചരിക്കുന്ന, വഞ്ചിക്കുന്ന മഹാപുരുഷന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ദൈവമാണെന്ന് പറയുന്നവർ എത്രമാത്രം സ്വന്തം ബുദ്ധിയെ വഞ്ചിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നവർ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവം എന്നോട് പറയുകയാണെന്ന് പറയുന്ന കള്ളന്മാർ നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിലാണ്. എത്രമാത്രം അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലോ, ആ ബുദ്ധിയെ വഞ്ചിക്കുകയാണ് ഇന്നും അവർ. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തൻ്റെ മനസാക്ഷിയുടെ വിളിക്കൊത്ത്, തൻ്റെ ബുദ്ധിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ എല്ലാ അരുതായികകൾക്കും എതിരിൽ ശബ്ദിച്ചു. അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം വിജയിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വലിയ പരീക്ഷണം അല്ലെങ്കിൽ വലിയ ത്യാഗം, മകനെ ബലി കൊടുത്തതാ, അല്ലെങ്കിൽ ഭാര്യയെ ബലി കൊടുത്തതാണ്, നാട് വലിച്ചെറിഞ്ഞതാണ്, സമൂഹത്തെ തിരസ്കരിച്ചതാണ്, രാജാവിൻ്റെ മുഖത്ത് നോക്കി ഗർജിച്ചതാണ് എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വിജയിച്ച പരീക്ഷണം സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ പരീക്ഷണമാണ്. ആരും ചൊല്ലിക്കൊടുക്കാനില്ലാത്തിടത്ത്, പിതാവ് പറഞ്ഞു കൊടുക്കാനില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവായ ആസർ എന്ന് പറയുന്നത് അബീഹി ആസർ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആസർ രാജ്യത്തിൻ്റെ ആസ്ഥാന ക്ഷേത്രത്തിൻ്റെ പൂജാരിയാണ്. വാപ്പ പറഞ്ഞു കൊടുക്കാനില്ല, ആരും പറഞ്ഞു കൊടുക്കാനില്ല, സമൂഹം ചൊല്ലിക്കൊടുക്കാനില്ല. അവിടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു. യാ അബത്തി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, കേൾക്കാനും കാണാനും കഴിയാത്ത വസ്തുവിനെ ആരാധിക്കുന്നത് എന്ത് അന്ധതയാണ് പിതാവേ എന്ന് വാപ്പയോട് ചോദിച്ചു. വലാ യുഗ്നി അൻക ശൈഅ, എന്തെങ്കിലും ഒരു ഉപകാരം താങ്കൾ ഈ ആരാധിക്കുന്ന ഈ വസ്തുക്കൾ താങ്കൾക്ക് ചെയ്യുമോ? ഒന്നും ചെയ്യാനാവാത്തവരെ എന്തിനാരാധിക്കുന്നു എന്ന ചോദ്യമായിരുന്നു ഏറ്റവും വലിയ പരീക്ഷണം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ. എന്നിട്ട് ചോദിച്ചു, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യ. തൻ്റെ വിജയം അവിടെയാണ്, തൻ്റെ കണ്ടെത്തൽ. ഇന്നി ഖദ് ജാഅനി, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, വാപ്പാ എനിക്ക് ശരിയായ അറിവ് വന്ന് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ശരിയായ അറിവ് അല്ലാഹു തന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ബുദ്ധിയുടെ ദിശയെ ശരിയായ വഴിയിൽ തിരിച്ചുവിട്ടപ്പോൾ എനിക്ക് ഏറ്റവും ശരിയായ അറിവ് കിട്ടിയിരിക്കുന്നു. ഇനി ഖദ് ജാഅനി മിനൽ ഇൽമി, വാപ്പയോട് ആദ്യം പറയുകയാണ് എനിക്ക് കിട്ടിയത് ഏറ്റവും മികച്ച അറിവാണ്. ആ അറിവ് എൻ്റെ കൈവശമുണ്ട്. മാ ലം യഅതിക, താങ്കൾക്കത് കിട്ടിയിട്ടില്ല. ഫത്തബിഇനി, അതുകൊണ്ട് എൻ്റെ ഈ അറിവിനെ താങ്കളും പിന്തുടരണം. അഹ്ദിക സിറാത്തൻ സവിയ്യ, താങ്കളെ നേരായ വഴിയിൽ ഞാൻ നയിക്കാം. വാപ്പാ, താങ്കളെ ഞാൻ നയിക്കാം നേരായ വഴിയിൽ. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. തൻ്റെ ബുദ്ധി കൊണ്ട് പടച്ച തമ്പുരാൻ്റെ സൃഷ്ടി വൈഭവത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ ഖാലിഖിയ്യത്തിനെ അംഗീകരിക്കാൻ നമുക്ക് ഇതുവരെ വേണ്ടത്ര കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഈ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ബലിയുടെ ഈ പരീക്ഷണത്തിൻ്റെ മഹാമൂർത്തിയെ ഓർമ്മിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ മുകളിൽ ഉയർന്നു വരണം. പടച്ച തമ്പുരാനാണ്. ഇപ്പോഴും കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ, പ്രലോഭനങ്ങൾ വന്നാൽ നല്ല ആബിദീങ്ങൾ, നല്ല നമസ്കാരക്കാർ, ഹാജിമാർ എത്ര പേരാണ് പലപ്പോഴും വിളിച്ച് ഷിർക്കിൻ്റെ ചില ഇടപെടലുകൾക്ക് സാധ്യതയുണ്ടോ, പഴുതുണ്ടോ, അങ്ങനെ ചെയ്യാമോ ഉസ്താദെ, ഇങ്ങനെ ചെയ്യാമോ ഉസ്താദെ. അള്ളാഹ് അത്ര പര്യാപ്തനല്ലവർക്ക്, അള്ളാഹ് മാത്രം മതിയാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്താലാകാമോ, ലോൺ എടുത്താൽ പറ്റുമോ, അള്ളാഹ് വിലക്കിയതാണല്ലോ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്താൽ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, ഇന്നയാളെ കണ്ടാൽ പറ്റുമോ. പൂജാരികളെ, ജ്യോത്സ്യന്മാരെ, ഇതൊക്കെ ചോദിക്കുന്ന ആളുകളൊന്നും ദീനില്ലാത്തവരല്ല. ഒരു ഇമാമിനോട്, ഒരു ഉസ്താദിനോട് മസ്അല വിളിച്ച് ചോദിക്കുന്നത് എന്തിനാ? അവർക്ക് ദീനുള്ളത് കൊണ്ടാ. പക്ഷെ അവർക്കും അള്ളാഹ് അത്രയ്ക്കങ്ങ് പോരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളിത്രത്തോളം കടന്നു പോയിട്ട് ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരൻ, ഒരു കള്ളൻ, ഒരു കള്ള ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു കള്ളപ്പൂജാരി തൻ്റെ കാര്യം സാധിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും വന്നൊരു ആസ്ഥാനമിട്ടിരുന്നാൽ അവിടെയൊക്കെ കയറി നിരങ്ങുന്നവരിൽ ഏറ്റവും അധികം ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലേ, ആണും പെണ്ണും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും തോറ്റുപോയ പരീക്ഷണം നമ്മുടെ പടച്ചവനെ കണ്ടെത്തുന്ന പരീക്ഷണമാണ്. അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ആദ്യം വിജയിച്ചത്.
അവിടെയാണ് ബാക്കി മുഴുവൻ മേഖലകളിലും മറ്റാർക്കും ആകാനാവാത്ത വിധം ഇബ്രാഹിം അലൈഹി സ്വലാം വിജയിച്ചത്. ആദ്യം വാപ്പയുടെ മുഖത്ത് നോക്കി പറയാ, വാപ്പ, താങ്കൾക്ക് കിട്ടാത്ത അറിവ് എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്, എന്നെ താങ്കൾ പിന്തുടരുക. അഹദിക സിറാത്തൻ സവിയ്യ യാ അബത്തി ലാ തഅ്ബുദു ശൈത്താൻ, പിശാചിനെ ആരാധിക്കരുതേ പൊന്നു പാപ്പ. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, പിശാച് അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്, വെല്ലുവിളിച്ചവനാണ്. അതുകൊണ്ട് പിശാചിനെ ആരാധിക്കരുതേ പൊന്നു ബാപ്പ. യാ അബത്തി, സ്നേഹപൂർവം തന്നെ വാപ്പയോട് ആദർശം പറയുമ്പോഴും അതിനകത്ത് ഒരിക്കലും കടുത്ത ഭാഷ പാടില്ല. യാ അബത്തി യാ അബത്തി യാ അബത്തി, അള്ളാഹു സൂചിപ്പിക്കുക. ചെകുത്താനെ ആരാധിക്കരുതേ എന്ന് ആരാധിക്കുന്ന വാപ്പയോട് പറയുമ്പോൾ പോലും യാ അബത്തി എന്ന ഏറ്റവും ഓമനത്വമുള്ള പദമാണ്. യാ അബത്തി എന്ന പദം എവിടെയാണ് ഉപയോഗിക്കുക എന്ന് അറബി ഭാഷ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പൊന്നുവാപ്പ എന്ന അതിൻ്റെ അർത്ഥം. എൻ്റെ പൊന്നുപ്പ, യാ അബത്തി ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്താനി വലിയാ, താങ്കൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ വന്ന് പിടികൂടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉപദേശിക്കുക. ഖാല അൻ അറാഖിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. അപ്പോൾ വാപ്പ ചോദിക്കുന്നത്, എൻ്റെ ആരാധ്യ വസ്തുക്കളെ നീ വലിച്ചെറിയുകയാണോ? അതിനോട് നീ വിപ്രതിപത്തി കാണിക്കുകയാണോ? എന്ത് അസംബന്ധമാണ് മോനെ എന്ന് ആ വാപ്പ തിരിച്ചു ചോദിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, ലഇല്ലം തന്തഹി ലഅർജുമന്നക, നീ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലിനെറിഞ്ഞു കൊല്ലേണ്ടി വരും. നിന്നെ എറിഞ്ഞു കൊല്ലേണ്ടി വരും എനിക്ക്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ അത്ര വലുതാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ ആരാധ്യ വസ്തുക്കളെ ചോദ്യം ചെയ്യുന്നുവെന്ന് നാടറിഞ്ഞാൽ അതിനോട് പുത്തുപോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ കടുത്ത ഭീഷണിയെ നേരിടേണ്ടി വരും. വഹുജുർനി മലിയ, അതുകൊണ്ട് നീ കുറെ കാലം എന്നെ വിട്ടു നിൽക്ക്. നീ അത്രമാത്രം നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ എന്നെ വിട്ടു പൊയ്ക്കോ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പിതാവ് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാ. കാല, അപ്പോൾ എന്താ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത്? സലാമുൻ അലൈക്ക്, താങ്കൾക്ക് സന്തോഷം ഭവിക്കട്ടെ. സലാമുൻ അലൈക്ക്, താങ്കൾക്ക് അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ, താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കൽ തേടാം. അള്ളാഹുവിനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ പൊറുക്കൽ തേടാം. ഇന്നഹു കാന ബി ഹഫിയ, ആ അള്ളാഹു എന്നോട് ഏറെ കരുണയുള്ളവനാണ്. വഅഅ്തസിലുകും വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളെയും അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ ഏതൊക്കെ ദൈവങ്ങൾ ആരാധിക്കുന്നുവോ ആ ദൈവങ്ങളോടും ഞാനിതാ ഗുഡ് ബൈ പറയുകയാണ്. ആ ദൈവമൊന്നും എൻ്റേതല്ല എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം ഇവിടെ കാണുകയാണ്. വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ഷഖിയ, ഞാൻ എൻ്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. എൻ്റെ റബ്ബിനോടുള്ള ദുആയിൽ എന്നെ അവൻ ഒരിക്കലും നിരാശനാക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മയാണ് ഈ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പരീക്ഷണങ്ങൾ ഒരുപാട് നമ്മൾ പറയും, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. എല്ലാം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിമിൻ്റെ ഉയർന്ന തൗഹീദാണ്. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാതെ ദൈവേതര വസ്തുക്കൾക്ക് മുമ്പിൽ ഒരിക്കലും അടിയറവ് വയ്ക്കാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണമെന്നുള്ള ഏറ്റവും കടുത്ത പരീക്ഷണത്തെ ഇന്നും നമ്മൾ ഓരോരുത്തരും വയസ്സേറെ മുന്നോട്ട് പോയാലും 60-ലും 70-ലും 80-ലും എത്തി നിൽക്കുമ്പോഴും മുഅ്മിനീങ്ങളാണെന്ന് അവകാശപ്പെടുന്നവർ പോലും അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ നമ്മളെ തൗഹീദിൽ ഉറപ്പിക്കാൻ പ്രേരകമാകട്ടെ. അവിടെയാണ് ഇബ്രാഹിം വിജയിച്ചത്, സർവ്വലോകർക്കും സ്വീകാര്യനായി മാറിയത്. അവിടെയാണ് അല്ലാഹു ആ വാഗ്ദാനം നൽകിയത്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, താങ്കളെ ലോകജനതയുടെ നേതാവാക്കാൻ തീരുമാനിച്ചു. സർവ്വലോകത്തിനും ഇന്ന് സ്വീകാര്യനായ ഒരു യുഗപുരുഷനുണ്ടെങ്കിൽ അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നറിയാത്ത ആരാണുള്ളത്? ക്രിസ്ത്യാനിക്കാകട്ടെ, ജൂതനാകട്ടെ, ഹിന്ദുവിനാകട്ടെ, മുസ്ലിമിനാകട്ടെ, ഇബ്രാഹിമിനെ വേണ്ടാത്ത ലോകത്തൊരു ജനതയുമില്ല. അത്തരത്തിലുള്ള ഉയർച്ചയിലേക്ക് 4000 കൊല്ലങ്ങൾക്കപ്പുറത്തൊരു മഹാപുരുഷൻ ഉയർന്നു വന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കടുത്ത പരീക്ഷണത്തിൽ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തൗഹീദാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പടച്ച തമ്പുരാൻ പരിശുദ്ധമായ അറഫ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് തിരിച്ചറിവുകൾ സമ്മാനിക്കുന്ന, അറഫ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിവ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ആ ദിവസത്തെ അറഫ എന്ന് പറയപ്പെട്ടു എന്ന ചോദ്യത്തിന് മഹാന്മാർ പറയുന്നു ഉത്തരം, ആദം നബി അലൈഹി സ്വലാം
ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായതിന് ശേഷം പരസ്പരം കണ്ട് തിരിച്ചറിഞ്ഞ സ്ഥലമായതുകൊണ്ട് അറഫ എന്ന് പറഞ്ഞു എന്നാണ്. തിരിച്ചറിവുകളുടെ ഒരു ദിനമാണ് അറഫ എന്നത്. അതുകൊണ്ട് ഈ കടന്നു വരുന്ന അറഫ നമുക്കും വലിയ തിരിച്ചറിവുകളുടെ ഒരുപാട് ചിന്താക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ അട്ടിമറിക്കാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കുമ്പോൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ അന്ത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരീക്ഷണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കുതറിയോടുക, രക്ഷപ്പെടാനെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, ശരിയായ തിരിച്ചറിവ് പരീക്ഷണത്തിൽ ആദർശധീരതയോടുകൂടി ഉറച്ചു നിൽക്കുക എന്നതാണ് എന്ന തിരിച്ചറിവ് കൂടി ഈ അറഫ നമുക്ക് തരേണ്ടതുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വയെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് അറഫയാണ്. രണ്ടാമത്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ച് അറഫയിൽ ആ കർമ്മങ്ങൾ പൂർത്തിയാക്കി നിൽക്കുമ്പോൾ അള്ളാഹു ഇബ്രാഹിമിനോട് ചോദിച്ചു അത്രേ, ഹൽ അറഫ്ത, കാര്യങ്ങളെല്ലാം താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞുവോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ മനസ്സിലാക്കി അള്ളാഹുവേ. എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞു, അറഫ്തു എന്ന് അറഫയുടെ ദിനത്തിലാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അതിനെ അറഫ എന്ന് പറഞ്ഞത് എന്നൊക്കെ വ്യത്യസ്തമായ കാരണങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും മകനെ അറുക്കാനുള്ള സ്വപ്ന ദർശനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പല ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരുന്നു. അവസാനം അത് അള്ളാഹുവിൽ നിന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞതും അറഫയുടെ ദിനത്തിലായിരുന്നു അത്രേ. അപ്പോൾ അറഫ ഒരുപാട് തിരിച്ചറിവുകളുടെ ദിനമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കടന്നു വരുന്ന അറഫ, ആ ദിനത്തിൽ നമുക്ക് ഈ തിരിച്ചറിവുകൾ നമുക്ക് ആർജിച്ചിട്ടുണ്ടോ എന്നാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഒരുപാട് തിരിച്ചറിവുകൾ ഈ ഉമ്മത്തിന് ലഭിക്കേണ്ടതുണ്ട്. ആ തിരിച്ചറിവുകളിലൂടെ നമ്മെ നയിച്ച, കടന്നുപോയ, നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ഒരു യുഗപുരുഷൻ്റെ ഓർമ്മകളിൽ ലോകത്തെ ലക്ഷോപലക്ഷം മുസ്ലിം ഉമ്മത്ത് ലോകത്തിൻ്റെ പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് അള്ളാഹുവിലേക്ക് അവരുടെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് അവർ ബലിയായി മാറുമ്പോൾ, ആ പരിശുദ്ധമായ ദിവസം കടന്നു വരുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പിലാകണമെന്ന് പറഞ്ഞത്, ആ ഹാജിമാരെ പോലെ ആകണമെന്ന് പറഞ്ഞത്, അറുക്കാൻ തീരുമാനിച്ചവർ നഖമെടുക്കരുതെന്ന് പറഞ്ഞത്, മുടിയെടുക്കരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ വേണ്ടിയാണ്. ആ കർമ്മങ്ങളോട് നാമും പൊരുത്തപ്പെട്ടു പോകുമ്പോഴേ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകൂ എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ബലി അറുക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം, അതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് അറഫയിലൂടെ, തിരിച്ചറിവിൻ്റെ നാളിലൂടെ കടന്ന് ആ അറവിൻ്റെ ദിനമായ നെഹറിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ഈ തിരിച്ചറിവുകൾ കൂടി നമ്മുടെ ഉള്ളിൽ ഇടം പിടിക്കണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. അള്ളാഹു നമുക്ക് ആ തിരിച്ചറിവ് തരുമാറാകട്ടെ. അതുകൊണ്ട് അറഫയോടനുബന്ധിച്ച് അറഫയിൽ നാം നോമ്പിലായിരിക്കണം. അലസരായിരിക്കുന്ന മനസ്സുകൾക്ക് തിരിച്ചറിവ് സാധ്യമല്ല. അതുകൊണ്ട് അറഫയുടെ നോമ്പ്, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, 2 വർഷത്തെ പാപങ്ങൾ പൊറിപ്പിക്കപ്പെടുമെന്ന് പറയപ്പെട്ട നോമ്പ്, അങ്ങനത്തെ ഒരു നോമ്പാണത്. അതുപോലെ തന്നെ അറഫയിൽ ലോകത്ത് അള്ളാഹു എല്ലാ പാപങ്ങളും എല്ലാവർക്കും ഏറ്റവും അധികം പൊറുക്കുന്ന ദിവസമാണ്. അറഫയ്ക്ക് ശേഷമുള്ള പെരുന്നാളിൻ്റെ രാവും പാപമോചനത്തിൻ്റെതാണ്. എല്ലാ ദുആക്കളും സ്വീകരിക്കപ്പെടുന്ന രാവാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്ന പെരുന്നാൾ രാവ്. ആ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രയോജനപ്പെടുത്തുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നോമ്പ് വയ്ക്കണം. അറഫയുടെ ദിവസം മാത്രമല്ല, ഒരു ദിവസം തലേന്നുകൂടി ചേർത്ത് 2 ദിവസം ചേർത്ത് നോമ്പ് വയ്ക്കുക എന്ന് പറയുന്നത് പ്രബലമായ സുന്നത്തായി മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് വയ്ക്കുന്നത് മുസ്തഹബായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നോമ്പിലൂടെ, അതുപോലെ തന്നെ ഹാജിമാരുടെ കർമ്മങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട്, ബലികർമ്മങ്ങളിൽ ഭാഗഭാക്കായി ചേർന്നുകൊണ്ട് മഹാനായ ബലിപുരുഷൻ, മഹാനായ ബലിയുടെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന ആ നിസ്തുല ത്യാഗത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തിന് നേടിത്തന്ന പരിശുദ്ധമായ കഅബാലയത്തിലൂടെ ഇന്നും നിലനിർത്തിപ്പോരുന്ന അത്യുജ്വലമായ മാനവികതയുടെ, ഏകതയുടെ, ഐക്യബോധത്തിൻ്റെ തിരിച്ചറിവ് ആർജിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇൻഷാ അള്ളാഹ് നമ്മുടെ പെരുന്നാൾ 7:30 തന്നെ ആയിരിക്കും എന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ കർമ്മങ്ങളിൽ ഭാഗഭാക്കാകണം. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേരണമെന്ന് അറിയിക്കുന്നതോടൊപ്പം നേരത്തെ 7:30 തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ശേഷം ബലിയെറുക്കാനുണ്ട്. ഒരുപാട് നമ്മളെല്ലാവരും ബലിയുടെ കർമ്മങ്ങളിൽ വ്യാപൃതനാകേണ്ടവരാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് കൃത്യമായ സമയത്ത് തന്നെ നമസ്കാരം തുടങ്ങും. എല്ലാവരും എത്തിച്ചേരണം എന്ന് അറിയിക്കുന്നതോടൊപ്പം ബലിയിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന കുറഞ്ഞ ആളുകൾക്ക് കൂടി 1-2 ഉരുക്കൾക്ക് കൂടി ഷെയറാകാനുള്ള അവസരമുണ്ട്. ഇന്ന് 5 മണി വരെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവസരമുണ്ട് എന്ന് ജമാഅത്ത് ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല
പരിശുദ്ധമായി ഈ ദിനരാത്രങ്ങൾ അള്ളാഹുവിനോട് ബലി കൊണ്ട്, അതുപോലെ തന്നെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ആർജവം കൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ പടച്ചതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധമായ ദിനങ്ങളെ പരമാവധി അള്ളാഹുവിൻ്റെ പ്രിയങ്കരമായ കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.